ഇവരൊക്കെ വിചാരം 2 കുട്ടികളും ഒരു പട്ടിയാന്നാ. അവന്മാർ 2 മണ്ടന്മാരും വന്നിവർ വിചാരം. ഇനി ഇന്ന് കുത്താൻ ശ്രമിച്ച ഒരുത്തനെ ഇന്നവർ ഈ ബുൾജറ്റ് വിട്ടിട്ടില്ല, ഇനിയും വിടത്തുമില്ല. ഈ കൊള്ളരുതായ്മ ചെയ്ത 2 ട്രാവൽസിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ തെളിവ് ഞാൻ തരാം. നീ അടക്കമുള്ള മലയാളിമാരൊന്നും ഒന്നും സഹിച്ചില്ല. ആ ഏറ്റവും ലാസ്റ്റത്തെയാണ്. ഇതാ കേട്ടോ, ഒന്നൊന്നായി കേട്ടോ, പിടിച്ചോ. ഹലോ, ഞാന് എൻ്റെ ഒരു ഷാഫി ചാച്ചു ബസ്സിന്റെ ഡ്രൈവറായിരുന്നു. അപ്പൊ ഈ യൂട്യൂബേഴ്സില് മറ്റേ പിള്ളേരുടെ യൂട്യൂബില് ഒരു വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഗുണ്ടകള് പിടിച്ചടക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ആസാമിലുള്ള വ്യക്തിയാണ് ഞാൻ. അവര് 2 ട്രാവൽസിന്റെ പേരാ പറഞ്ഞു. പിന്നെ മൂന്നാമത് ഒരാളും കൂടെ പറയാത്തന്നെ, നന്ദന അമ്പിളിയുടെ വണ്ടി. മൂന്നാമനും കുടുങ്ങിയിരിക്കുക. ശരിക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നത് അമ്പിളിയുടെ ഡ്രൈവറും നന്ദന ബസ്സിന്റെ ഡ്രൈവറും സുമലിന്റെ GK ബ്രോസിന്റെ ഡ്രൈവറും കൂടി ഇടിയുണ്ടാക്കി. ലാസ്റ്റ് 2 പേരും വെല്ലുവിളിച്ച് സുമലാണ് ഗുണ്ടകളെ ഏൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിടിച്ചേപ്പിനാണ് ബാക്കി ചാച്ചൂടെ ഓണർ ഗുണ്ടകളായിട്ട് ഇത് എന്നാന്ന് പറഞ്ഞിട്ട് ഞാനന്ന് പെട്ട് കിടക്കുക. എൻ്റെ വണ്ടിയിൽ നിന്ന് ഡെയിലി ആളെ വിളിച്ച് ഇറക്കിക്കൊണ്ട് പോവുമായിരുന്നു ഈ സുമലിൻ്റെ ആൾക്കാരെ ഗുണ്ടകളെ വെച്ച്. അപ്പം അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും അറിയാവുന്നവർ ദയവേത് ഞാൻ ഇന്നലെ തൊട്ട് ട്രൈ ചെയ്യണതാണ്. ആ വ്ളോഗേഴ്സിൻ്റെ ആ പിള്ളേരുടെ നമ്പർ ഒന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം. എന്നെ ഈ ഗ്രൂപ്പിലുള്ളവരും പുറത്തുള്ളവരൊക്കെ എന്നെ അറിയുന്നതാണ്. എൻ്റെ ഒരു ഷാഫി എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ അമ്പിളി എന്താ മറിഞ്ഞിരിക്കണേ? ഈ അമ്പിളിയാണ് പെരുമ്പാവൂരും ഇത്ര ചാർജ് കുറച്ച് എത്ര വണ്ടിക്കാരെ ചുറ്റിച്ചാർന്നു. 1 ലക്ഷം രൂപ ചെലവിന് ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരുന്നപ്പോൾ അമ്പിളി കൊടുക്കണ 50,000 രൂപ 60,000 രൂപ കൊടുത്തിട്ട് ബാക്കി ബാക്കി ഗൂഗിൾ പേയിൽ ഇടാന്ന് പറയും. എന്നിട്ട് ഡ്രൈവർമാർ കരഞ്ഞു വിളിച്ച് രാത്രി എടുത്താൽ ഫോണിന് എടുക്കൂല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ അമ്പിളി ഉണ്ടാക്കിയത്. അപ്പം അമ്പിളിയുടെ പേരും ഇതിനകത്ത് വരണം. 3 വ്യക്തികളാണ്. ഒന്ന് GK ബ്രോസ്, ഒന്ന് നന്ദന അമ്പിളി, മൂന്നാമത്തെ ചാച്ചു ഷക്കീർ. ഈ പറഞ്ഞ GK ബ്രോസിന്റെ പണിക്കാര് എൻ്റെ ഡ്രൈവറെ തല്ലിയതാണ് കഴിഞ്ഞ ഹോളിയുടെ അന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രൈവറെ തല്ലി അക്ബർ എന്ന് പറഞ്ഞ നായനെ എടുത്തപ്പോ അവനെ തൂക്കിയെടുക്കും പോലെ തന്നെ ഈ മുതലാളിമാരെ ഇതിൻ്റെ അകത്ത് കളിച്ചേണ്ട. അവൻ വെറും ഗുണ്ടയാ. അവനെ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്തേക്കണ കുറച്ച് നാറികളുണ്ട്. അവരെയും തൂക്കിയെടുത്ത് അകത്തിടട്ടെ, എന്നാലല്ലേ കഥകൾ പൂർണ്ണമാവുള്ളൂ. ഇതാ മഹഫിലിലെ നജീബൊക്കെ ഇതിൻ്റെ അകത്ത് കേട്ടോണ്ടിരിക്കണ്ടല്ലോ. നജീബൊക്കെ എത്ര അനുഭവസ്ഥനാ. നജീബേ, ഒന്ന് കാര്യങ്ങൾ പറ. ഇതിൻ്റെ അകത്ത് കയറി പേടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി അതെന്തോ ആയിക്കോട്ടെ ഷക്കീറെ, ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്ന വേറെ ഒന്നുമല്ല. ഇന്നലെ യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് കേട്ടോണ്ടിരിക്കുക. ഈ 2 ട്രാവൽസ് അല്ല 3 ഉണ്ട്. നന്ദനേനെ അമ്മാരൊന്നുമില്ല. എന്താ ഞാനിപ്പോ അമ്മാരുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ വിളിച്ചു ചോദിക്കാം. നന്ദനേനെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാന്ന്, അമ്പിളീനെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാന്ന് എനിക്കറിയണം. ആ പേരും വരട്ടെ. അമ്പിളിക്ക് റോളില്ലായിരുന്നു ഇതിൻ്റെ അകത്ത്. അമ്പിളിയും സുമലും കൂടി ചെയ്ത അവരായി തരത്തിനല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. ആസാം ട്രിപ്പ് എത്ര ട്രിപ്പ് നമ്മൾ ഓടി? വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ നന്ദനയുടെ ഡ്രൈവറും സുമലിന്റെ ഡ്രൈവറും കൂടെ ഇടിയുണ്ടാക്കി. അത് കഴിഞ്ഞ് സുമലെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്ന് ആസാമിന് വന്നിട്ട് നിന്നെ പോലെയുള്ള വേറെ 2 മുതലാളിമാർ ഈ അമലും സുമലും ഗുണ്ടാളെയും കൊണ്ട് റോന്തിയിട്ടുമായിരുന്നു. പുറത്തുനിന്ന് പോണ വണ്ടിക്കാരെയൊക്കെ പിടിച്ച് കൊണ്ടുവരാനും അവരുടെ അടുത്തുനിന്ന് കപ്പം മേടിക്കാനൊക്കെ ആയിട്ട് നീ അവിടെ വന്നു നിന്നു. എന്ത് ഗുണമുണ്ടായി നിന്നെ കൊണ്ട്? ഒരേ ദിവസം പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുള്ളായിരുന്നു. പടച്ച തമ്പുരാനാണ് ഞാൻ പറയണു. ഞാൻ ഇന്ന് ആസാമിലുണ്ടായിരുന്ന ഈ അക്ബർ എന്ന് പറഞ്ഞ തെണ്ടീനെ പിടിച്ചകത്തിട്ടേ പോലെ തന്നെ ഈ പോലീസുകാരുടെ അടുത്ത് ഞാൻ മൊഴി കൊടുത്ത് ഈ അമലിനെ സുമലിനെ ഞാൻ പിടിച്ചകത്ത് ഇടിച്ചേനെ. ഗുണ്ടേനെ അല്ല, ഗുണ്ടേനെ വിട്ടവനെയാണ് പിടിച്ച ഇടുതന്നെ. ഈ അമ്പിളിയും
സുമലും കൂടെയാണ് ഗുണ്ടാളെ ഇറക്കിയേക്കണേ. മൂന്നാമത് നിന്റെ പിടിച്ചുവയ്പ്പിന് വേണ്ടി നീയും കക്ഷിയായിട്ടുണ്ടാവും. നീ ഗുണ്ടാളെ ആക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഗുണ്ടാളെ ആക്കിയത് സുമല് ഗുണ്ടാളെ ആക്കി അതിനെ മറികടക്കാൻ വേണ്ടി അമ്പിളിയും കളിച്ചു. പറഞ്ഞു കൊടുത്തരാ നാറികളുടെ അടുത്തൊക്കെ ഈ പ്രാക്കൊന്നും ഒരു സ്ഥലത്തും തീരൂലെന്ന്.